മുതുതലയിൽ പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഭാസ്കരൻ അനുസ്മരണവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച നടിയായി തിരഞ്ഞെടുത്ത ബീന ആർ ചന്ദ്രനുമുള്ള ആദരവും ഒരുക്കി. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പി ഭാസ്കരൻ അനുസ്മരണവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച നടിയായി തിരഞ്ഞെടുത്ത ബീന ആർ ചന്ദ്രനുള്ള ആദരവും ഒരുക്കിയത്. മുതുതല VP പാലസിൽ നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ചിത്രഭാനു മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കവിത കൊണ്ട് സാധിക്കേണ്ടത് എന്ത് എന്ന് അദ്ദേഹം നിർവചിക്കുക തന്നെ ചെയ്തു. ഞാനൊരു വില്ലാളിയായി കടന്നു വരുന്നത് എൻ്റെ കയ്യിലുള്ള അസ്ത്രങ്ങൾ എഴുതുവിടാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിൽക്കുന്ന ഈ സാമൂഹ്യക്രമത്തിൽ ചൂഷണം എന്ന് പറയുന്ന ഒരവസ്ഥ ഏത് പ്രകാരത്തിലുണ്ടായി എന്ന് വിശകലനം ചെയ്യാനാണ് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. ഇത്രയധികം എഴുത്തുകൾ നിരോധിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തിരുവിതാംകൂറിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ നിരോധിക്കപ്പെടുന്ന സമയത്ത് വയലാർ ഗർജിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടി പറയുകയും വയലാർ ഒരു നാടിന് തന്നെ അഭിമാനമായി തീരുന്നത് എങ്ങനെ എന്ന് കവിത കൊണ്ട് അടയാളപ്പെടുത്തുകയും ചെയ്ത എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. നിരോധിക്കപ്പെട്ട കവിതകൾ മാത്രമല്ല, നാടുകടത്തപ്പെട്ട കവിയുമായിരുന്നു പി ഭാസ്കരൻ. സ്വന്തം ദേശത്ത് പ്രവേശിക്കാൻ കഴിയാത്ത വിധം പ്രവാസിയായി ജീവിക്കേണ്ടി വരിക, പലതരത്തിലുള്ള വേട്ടയാടലുകൾക്കും വിധേയമായി തീരുന്ന സമയത്ത് തന്നെ തൻ്റെ കവിത കൊണ്ട് തനിക്ക് പുതിയ കാലത്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കാണിക്കുക, ഇതാണ് ഭാസ്കരൻ സാധിച്ചെടുത്തത് എന്ന കാര്യം നാം ഓർക്കുക. പി ഭാസ്കരനെ നാം അടയാളപ്പെടുത്തുന്നത് മാർഷ്യൻ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കുകയും അതെങ്ങനെയായിരിക്കണം ലോകത്തെ പുതുക്കി പണിയാൻ ബാധ്യതപ്പെട്ട ഒരു തത്വശാസ്ത്രത്തിൻ്റെ കാവ്യമുഖത്തെ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് കാണിച്ചു തരികയും ചെയ്ത കവിയാണ് പി ഭാസ്കരൻ. KM വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കലാനിരൂപകൻ E ജയകൃഷ്ണൻ പ്രഭാഷണം നടത്തി. പ്രശസ്ത ചിത്രകാരി ദുർഗാമാലതി സദസ്സിൽ നിന്ന് വരച്ച ബീന ടീച്ചറുടെ ചിത്രം പൂക്കാസയുടെ ആദരവായി നൽകിയത് ചടങ്ങിന് മാറ്റേകി. കലാസന്ധ്യയിൽ പരുതൂർ യൂണിറ്റിന്റെ ഭാസ്കരൻ മാഷുടെ പാട്ടുകൾ കോർത്തിണക്കി വിവിധ കഥാപാത്രങ്ങളിലൂടെ അവാർഡ് ജേതാവ് ബീന ടീച്ചറും പൂക്കാസ പ്രവർത്തക ഋഷിത ടീച്ചറും 12 ബാലവേദി കൂട്ടുകാരും ഒരുമിച്ച് അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം സദസ്സിന് നവ്യാനുഭവമായി. CP ചിത്ര ടീച്ചർ, ഗോപാലകൃഷ്ണൻ, യു അജയകുമാർ, മണികണ്ഠൻ, MR സുനിൽ, P ഹരിദാസൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.